എന്നാണ് ഞങ്ങളുടെ മരണമെന്നറിയില്ല. മയ്യത്ത് കട്ടിലിൽ ഏറ്റിയിട്ട് 6 കാലുള്ള വാഹനത്തിൽ ഞങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങളെ കിടത്തിക്കൊണ്ട് കൊണ്ടുപോകുമ്പോ നാട്ടുകാര് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തഹ്ലീലുകൾ ചൊല്ലില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലി ഞങ്ങളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ 6 മണ്ണിൽ വെച്ചാൽ റബ്ബേ ഞങ്ങൾക്ക് പിന്നാരും കൂട്ടിനില്ല, കൂടെ വന്ന് കൊണ്ടുവിടാൻ വന്ന നാട്ടുകാരില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, ഭാര്യയില്ല, ആരാരുമില്ല, സഹോദരന്മാരില്ല, ഫ്രണ്ട്സില്ല, ആരുമില്ല. അല്ലാ, നാളെ ഖബറിന്റെ ആഴങ്ങളിൽ ഈ മൈതാനിൽ ഞങ്ങളാണ് ഒറ്റക്ക് കഴിയേണ്ടത്. അല്ലാഹുവേ രക്ഷ നൽകണേ അല്ലാ, ശിക്ഷ നൽകല്ല അല്ലാ. ബർസഖിയായ ജീവിതം നല്ല രീതിയിലാക്കണ അല്ലാ, ബർസഖിയായ ജീവിതം നല്ല രീതിയിലാക്കണ അല്ലാ. റബ്ബേ പാമ്പ് കടിക്കുന്ന, തേള് കടിക്കുന്ന, ചിതലരിക്കുന്ന ശരീരമാക്കല്ല റബ്ബേ, ശരീരമാക്കല്ല റബ്ബേ. അല്ലാഹുവേ നാളെ ഖബറിലേക്ക് ചെന്നാലും താരാട്ട് പാട്ട് പാടിത്തന്ന് ഉറങ്ങുന്നത് പോലെ സുഖമായി ഉറങ്ങാനും അല്ലാഹുവേ സ്വർഗീയ വിരുപ്പ് വിരിച്ചു തരാനോ സ്വർഗീയ വിരുപ്പ് കിട്ടുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ അല്ലാഹുവേ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണം റബ്ബേ. അല്ലാഹുവേ റോഡരികിൽ ചിതഞ്ഞെരിഞ്ഞു മരിക്കുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണം റബ്ബേ. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണം റബ്ബേ. അല്ലാഹുവേ കീറി മുറിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ റഹ്മാനായ അല്ലാ, ഞങ്ങളുടെ എല്ലാവിധ മുറാദുകളും മനസ്സിലാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ വളർത്തി വലുതാക്കിയവരവരാണ്, ഞങ്ങൾക്ക് വേണ്ടി കിട്ടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പോറ്റി വളർത്തിയവരാണ് റബ്ബേ. ആയുസ്സും ആരോഗ്യം ആഫിയത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ മരണപ്പെട്ട മാതാപിതാക്കളുണ്ട്, അല്ലാഹുവേ അവരുടെ ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, സുഗമമാക്കണേ അല്ലാ റബ്ബേ. ഞങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണം റബ്ബേ, അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണം റബ്ബേ. അല്ലാഹുവേ ശൈത്താനെ വലയിലാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ അല്ലാഹുവേ വഴിതെറ്റിപ്പിക്കല്ലേ തമ്പുരാന്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ, നല്ല മക്കളാക്കണേ അല്ലാ. ദീനിനും ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കണ അല്ലാ. വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്കാട്ടില് നാളെ മൈതാനിയുടെ ചാരത്ത് ഖബറിന്റെ ചാരത്ത് വന്ന് ഒന്ന് സലാം പറയുന്ന, ഒന്ന് യാസീൻ ഓതാൻ കഴിയുന്ന മക്കളാക്കി തീർക്കണേ അല്ലാ. റബ്ബേ വഴിപിഴപ്പിക്കല്ലേ തമ്പുരാനെ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ കാത്തിരക്ഷിക്കണം റബ്ബേ, ഞങ്ങൾ ആരെയും ശൈത്താനെ വലയിലാക്കല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണ് ഹറാമിലേക്ക് പോയിട്ടുണ്ട്, ഞങ്ങളുടെ കാത് ഹറാമിലേക്ക് പോയിട്ടുണ്ട്, ഞങ്ങളുടെ കൈകാലുകൾ ഹറാമിലേക്ക് പോയിട്ടുണ്ട്. അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ റബ്ബേ, പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ശൈത്താനെ വലയത്തൊട്ട് കാത്തിരക്ഷിക്കണം റബ്ബേ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ സഹായിച്ചവരുണ്ട്. ഒരു നേരത്തെ വിഷമം വരുമ്പോ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞ, ഒരു വാക്ക് പറഞ്ഞെങ്കിലും ഞങ്ങളോട് ഞങ്ങളെ സമാധാനിപ്പിച്ച, ഞങ്ങൾക്ക് കൂട്ടായി തണലായി നിന്ന ഞങ്ങളുടെ കൂട്ടുകാര് സഹോദരന്മാര് ഞങ്ങൾ അറിയുന്നവരുണ്ടല്ലോ, ഞങ്ങളെ പണം കൊണ്ട് സഹായിച്ചവരുണ്ടല്ലോ, ഞങ്ങളെ പല വിധേനയും സഹായിച്ചവരുണ്ടല്ലോ, അവരെ നീ സഹായിക്കണം അല്ലാ. പഠിക്കുന്ന കാലത്ത് അല്ലാഹുവേ ഭക്ഷണം നൽകിയവരുണ്ട്, അന്നം നൽകിയവരുണ്ട്, വസ്ത്രം നൽകിയവരുണ്ട്, പാനീയം നൽകിയവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ
അവർക്കൊക്കെ ആയുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, അവരുടെ റിസ്കിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ, സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ ആലിമീങ്ങൾ, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പലരും ഇന്ന് ആറടി മണ്ണിലാണ്. യാ അല്ലാ, ആ ഉസ്താദുമാർക്ക് അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഉസ്താദുമാർ അവരുടെ ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. പഠിച്ച സ്ഥാപനങ്ങളുണ്ടല്ലോ റബ്ബേ, ആ സ്ഥാപനങ്ങളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. റബ്ബേ, സമസ്തയുടെ നേതാക്കന്മാർ അല്ലാഹുവേ, മഹാനായ ശംസുൽ ഉലമ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, സമസ്തയുടെ ആലിമീങ്ങൾ, ഒരുപാട് ആളുകൾ ഇന്നാരുടെ മണ്ണിലാണല്ലോ, അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. സമസ്തയുടെ ആലിമീങ്ങൾ അല്ലാഹുവേ, സമസ്തയെ നയിക്കുന്ന ശൈഖുന ആരിക്കുട്ടി ഉസ്താദ്, ജുഫരി മുത്തുക്കോയ തങ്ങൾ, ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ അല്ലാഹുവേ, കെട്ടി ഹംസ മുസ്ലിം ഉസ്താദ് അവരുകൾ അല്ലാഹുവേ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബഹുമാനപ്പെട്ട താക്ക ഉസ്താദ് അവരുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാര് അല്ലാഹുവേ, അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ, പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, പാണക്കാട്ട് പൊന്നോമനകൾ അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, ഈ അല്ലാഹുവേ, ഈ പ്രസ്ഥാനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ തമ്പുരാന്, നിലനിർത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നീ മക്കിരീങ്ങളുടെ മക്കറിനെ തൊട്ടും സഹിരീങ്ങളുടെ സിഹറിനെ തൊട്ടും കാഫിരീങ്ങളുടെ കുഫറിനെ തൊട്ടും നീ കാത്തിരക്ഷിക്കണം റബ്ബേ, ഐബീങ്ങളുടെ ഐനിനെ തൊട്ട് നീ കാത്തിരക്ഷിക്കണം റബ്ബേ, കണ്ണന്മാരെ കണ്ണിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണം അല്ലാ, ചതിയന്മാരെ ചതിയിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണം അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് നീ ആയുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയവര് പല ഉദ്ദേശങ്ങൾ വെച്ചവരാണ്, 5ഉം 6ഉം 7ഉം വർഷക്കാലമായി മക്കളില്ലാതെ സന്താനങ്ങളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവര്. യാ അല്ലാ, അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് നൽകിയതുപോലെ അല്ലാഹുവേ, സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്, യഹ്യാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയതുപോലെ യാ അല്ലാ, മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ, മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വിവാഹപ്രായമെത്തിയവരുണ്ട് അല്ലാഹുവേ, അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ആസിഫ് ഖാ, അതുപോലെ തന്നെ മറ്റു സഹോദരന്മാരുണ്ട് റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാന്, അല്ലാഹുവേ, പ്രദാനം ചെയ്യണേ തമ്പുരാന്. റബ്ബേ, ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ തമ്പുരാന്, തട്ടിക്കളയല്ലേ തമ്പുരാന്, സ്വീകരിക്കണേ തമ്പുരാന്. റബ്ബേ, റഹ്മാനായ അല്ലാഹ്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, പല പ്രയാസത്തിന് കഴിയുന്നവരുണ്ട്, വിസരണിയാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇഖാമ പുതുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല രീതിയിലും ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട് റബ്ബേ. എല്ലാവിധ ദുആ ഉദ്ദേശങ്ങളും സഫലീകരിക്കണം റബ്ബേ. അല്ലാഹുവേ, പ്രവാസികളുടെ ജോലിയിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. കുടുംബത്തിൽ നീ അല്ലാഹുവേ, കുടുംബത്തിൽ നീ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. സന്തോഷത്തോടുകൂടെ നാട്ടിലെത്താൻ തൗഫീഖ് നൽകണം റബ്ബേ. അല്ലാഹുവേ, പല പ്രോഗ്രാമിലും അല്ലാഹുവേ കൂടെ വരാറുള്ള അർഷാദ് എന്ന് പറയുന്ന, യൂനുസ് എന്ന് പറയുന്ന സഹോദരന്മാര് അല്ലാഹുവേ, അവരുടെ ജോലിയിലൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണം റബ്ബേ. അവരുടെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കണേ